ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ബ്രില്യൻ സക്സസ് ആണ് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ അത് പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾ അർഹിക്കുന്നതാണ് എന്നാണ്. പക്ഷേ ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത്രയും സന്തോഷിക്കാൻ പറ്റുന്ന ആ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ പൂർണ്ണതയിൽ എത്തുന്ന ഒരു സമയമാണ്. അതായത് എല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ പരിശ്രമിച്ചത് ആ പരിശ്രമത്തിന് ഒരു ഫലം ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ ഒന്ന് റൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കുന്നു എന്നുള്ളതാണ്. തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള അവസരങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അതുണ്ട്. എന്തായാലും ഒരു പൂർണ്ണത ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊരു പൂർണ്ണതയിലെത്തിയ തോന്നൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൗഡായിട്ട് തോന്നുന്ന ഒരു സമയമാണ് ഇത്. അതായത് ഞാൻ ഓക്കെയാണ് എന്നൊരു തോന്നൽ. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ആദ്യം പ്രൗഡായിട്ട് ഫീൽ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ ഞാൻ തെറ്റു ചെയ്തു, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക, നമ്മളെ താഴ്ത്തി കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവർക്കും വരും. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക, നമ്മളോട് ഫോർഗീവ്നെസ് നമ്മൾ തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ കാണാതിരിക്കുക. ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക. അതായത് എപ്പോഴും അത് ഡൗട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് അത് കാണിച്ചു തരുന്നുണ്ടായിരിക്കാം ഡിവൈൻ. അപ്പോൾ നിങ്ങളത് കൂട്ടുന്നതിനായി തീർച്ചയായിട്ടും പ്രാർത്ഥനയും
ഒപ്പം മെഡിറ്റേഷനുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ സമയം നിങ്ങൾ പ്രാണായാമവും മെഡിറ്റേഷനുമൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇവിടെ 2 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഹാപ്പിനെസ്സും മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില സിറ്റുവേഷനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അത് വേണോ, അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യം കൺഫേം ആക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. പല ആൾക്കാർക്കും ചില ആൾക്കാർക്ക് സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൽ ന്യൂലി മാരീഡ് ആകുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ഫാമിലിയിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടായി എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ഒരു സന്തോഷം ഈ സമയം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഈ പ്രകൃതി മുഴുവൻ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആൾക്കാരുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ മരങ്ങളുടെ കീഴിലൊക്കെ ഇരിക്കാൻ ഈ ഒരു സമയം ശ്രമിക്കുക. വലിയ വൃക്ഷങ്ങൾ, അതായത് ആല് പോലുള്ള വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കുന്നത് നിങ്ങൾക്ക് അത് ഒരുപാട് പോസിറ്റിവിറ്റി തരും എന്നാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറേ നെഗറ്റീവ്സൊക്കെ ഈ മരങ്ങൾ വലിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഫ്രഷായ ഒരു എനർജി ലഭിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ വേദനകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ വേദനകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവാം. ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നിന്ന് ലഭിച്ച വേദനകളാവാം അത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത് എന്നാണ് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് പലതും വിട്ടുകളയാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ ഒരു വേദനയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുകളയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുകളയുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായ അല്ലെങ്കിൽ വളരെ ദൃഢനിശ്ചയമുള്ള തീരുമാനങ്ങൾ ഈ സമയം നിങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയത്തിന് ഈ സമയം നിങ്ങൾ ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. അത് നിങ്ങൾ അടക്കി വെച്ച് നിങ്ങളുടെ ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ച് ഇമോഷൻസൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ സമയം നിങ്ങൾ തീരുമാനമെടുക്കും എന്നാണ് കാണുന്നത്. പക്ഷേ
നിങ്ങൾ ഈ സമയം എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ട് കാണാൻ ശ്രമിക്കും എന്നും കാണുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങളുടെ നിലപാട് നിങ്ങൾ അറിയിക്കുന്ന ഒരു എനർജിയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കരിയറിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരാളുടെ തണൽ എനിക്ക് ആവശ്യമില്ല എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്നൊരു ചിന്തയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതിൽ കാണുന്നത്. ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ നിങ്ങളെ കളിയാക്കിയവരോടൊക്കെ ഒരു കാര്യങ്ങളും പറയാതിരുന്നു എങ്കിൽ, ചിലപ്പോൾ പോട്ടെ എന്ന് കരുതി അതൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സമയം വളരെ വ്യക്തമായിട്ട് അവരോട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നും വ്യക്തമായിട്ട് അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ. ഈവൻ അത് ആയാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളായാലും അവരോടൊക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് യാതൊരു ഭയവും തോന്നാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും എന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി പറയുന്നതല്ല, വളരെ പക്വതയോടെ മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും എന്നാണ്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പുതിയ പ്രണയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു എനർജി നിങ്ങളിൽ ചില ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഒരാളെ കാത്തിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഈ ഒരു സമയം മറ്റൊരാൾ നിങ്ങളെ കാത്തിരിക്കുന്നതാവാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ കാത്തിരിക്കുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങൾക്കറിയാമായിരിക്കാം. ആ ഒരു വ്യക്തിയെ നിങ്ങൾ അറിയുന്ന ഒരു ആളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് ഈ സമയം വരുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഒരാളിനോട് ആ ഒരു ഇഷ്ടം ഈ സമയം പറയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ആകാം. ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുമായി ഒരു കണക്ഷൻ കൂടി വരുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ ഈ സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും നിങ്ങൾക്കിപ്പം നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇത്. നിങ്ങൾക്ക് മിസ്സിങ് ആയ ആ ഒരു പോയിൻ്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധേഡ് അല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ മിസ്സിങ് ആയിട്ടുള്ള പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി
വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ചിലപ്പോൾ കൂടുതലും റിലേഷൻഷിപ്പിലൊക്കെ ചില ആൾക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കുന്നുണ്ടാവാം. അത്തരം ആളുകളുടെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതോ ഒരു കാര്യം കൂടി ശരിയായിരുന്നുവെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സംസാരിച്ചില്ലെന്നോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നിങ്ങളോട് പെരുമാറിയില്ലെന്നോ ഒക്കെ ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിച്ച് ഒരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയല്ല, നിങ്ങളൊന്ന് ഉണർന്നെണീക്കാനാണ് ഈ സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് നിങ്ങൾ ആലോചിച്ച് വളരെ സന്തോഷിച്ചിരിക്കാനാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടാൻ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാകട്ടെ, ഈവൻ ഫിനാൻസിലാകട്ടെ, നിങ്ങൾക്ക് ചെയ്തതിനുള്ള ആ ഒരു ഫലം ഈ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആരെയെങ്കിലും ചിലപ്പോൾ നന്നായിട്ടൊന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം ആരെങ്കിലുമൊക്കെ ഒരു സഹായത്തിന് നിങ്ങൾക്കൊരു സഹായം നൽകാനായി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പൈസയ്ക്ക് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് വേണ്ട ആൾക്കാർക്ക് അത്തരത്തിലായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയുടെ സഹായം ഈ സമയം കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ ഒരു സമയം കിട്ടുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഡിവൈനിൽ നിന്നൊരു ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിച്ചവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇതുവരെയും അങ്ങനെയൊന്നും കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്യും. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി ഉണ്ട്. ചിലപ്പോൾ അത് ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് വരുന്നതാവാം. അതായത് നിങ്ങൾക്ക് ചില തോന്നലുകളായിട്ട് വരുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ലഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തുടക്കമാണ്. വളരെ കോൺഫിഡൻസോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം. അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു എനർജിയിലാണ് നിങ്ങൾ. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായും നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണ് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും അല്ലെ സ്നേഹിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് കാണില്ല. അതിലുപരി നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്നാൽ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ
മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പാസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ അത്രയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സവിശേഷത നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾ ഫിസിക്കലി നിങ്ങൾക്കൊന്ന് ചേഞ്ച് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിൽ ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജി കൂടിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളായിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അതെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് ഒന്ന് മുന്നോട്ട് വരുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനുള്ള തുടക്കം കുറിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.